പാലക്കാട് ജാമിയ നൂറിയ വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി കേരള സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനം വിശ്വാസത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമാണെന്ന് മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ യജ്ഞത്തിന്റെ ഭാഗമാകാൻ വിദ്യാർത്ഥികൾ സജീവമായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മയക്കുമരുന്നിന് അടിമപ്പെട്ട് മയങ്ങിപ്പോയ ഒരു യുവതക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരി എന്താണെന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതിനാണ് തൂഫാൻ. ആക്ഷൻ വേണം, നല്ല ആക്ഷൻ നടക്കുന്നുണ്ട്. തൂഫാൻ വന്നപ്പോൾ ആയിരക്കണക്കിന് കേസുകൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് കേരളത്തിൽ പിടിച്ചു. ഇതൊക്കെ മുമ്പ് ഇവിടെ ഉണ്ടല്ലോ, ഈ പ്രവർത്തനങ്ങളൊക്കെ മുമ്പും നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ ആയിരക്കണക്കിന് കേസുകൾ പിടിച്ചു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയി അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ സഹകരണം തേടി. അതും വേണം. ഇത് നമ്മളൊരു ഒറ്റപ്പെട്ട തുരുത്തല്ല, നമ്മളുമായി ലിങ്ക് ചെയ്ത സംസ്ഥാനങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലേക്ക് ഒഴുകി വരുന്ന ഈ മയക്കുമരുന്നിനെ തടയാൻ സാധിക്കുള്ളൂ, ഈ രാസലഹരിയെ തടയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുൾപ്പെടെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കുട്ടികളോട് പറയേണ്ടത് ജീവിതമാകണം ലഹരി. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ കയ്യോ വളരുന്നത് കാലോ വളരുന്നത് എന്ന് നോക്കി വളരെ പ്രയാസങ്ങൾ സഹിച്ചാണ് ഓരോ കുട്ടികളെയും വളർത്തിക്കൊണ്ടുവരുന്നത്. ആ കുട്ടികൾ ശരീരത്തിൽ എന്തെങ്കിലും കുത്തിവെച്ച്, രാസലഹരി അല്ലെങ്കിൽ മാരകമായ മരുന്നുകൾ കുത്തിവെച്ച് 4-5 വർഷം ഭൂമിയിലല്ല ആകാശത്തിലല്ല അത് ഏതൊരു മായാലോകത്ത് ജീവിക്കലാണോ ജീവിത ലക്ഷ്യം? ഇത് നമ്മൾ കുട്ടികളോട് ചോദിക്കണം. അതല്ല ജീവിത ലക്ഷ്യം. ആ മാതാപിതാക്കൾ തരുന്ന സ്നേഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ മാതാപിതാക്കളുടെ ലഹരി നമ്മളുടെ വളർച്ചയാണ്. നമ്മളുടെ കൂടപ്പിറപ്പുകളുടെ സന്തോഷം നമ്മളോടൊപ്പം ജീവിക്കലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മൾ കുട്ടികളോട്, സ്കൂളുകളിലും കോളേജുകളിലുമുള്ള കുട്ടികളോട് പറയേണ്ടത് ഈ ലഹരിയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. മാതാപിതാക്കൾ നമ്മളുടെ വളർച്ചയിൽ കാണുന്ന ആനന്ദം, നമുക്ക് നേട്ടമുണ്ടാക്കാൻ, നമ്മളെ വളർത്താൻ അവരനുഭവിക്കുന്ന നഷ്ടങ്ങൾ, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആ ബാപ്പാനെ, ആ ഉമ്മാനെ, ആ അച്ഛനെ, ആ അമ്മയെ തിരിച്ച് പരിഗണിക്കാൻ, പരിലാളിക്കാൻ, അവരൊരു പ്രായമെത്തുമ്പോൾ അവർക്ക് വേണ്ട പരിഗണനകൾ നൽകി അവരെ ശുശ്രൂഷിക്കാൻ, അത് തിരിച്ചു കൊടുക്കുമ്പോൾ അതാവണം ജീവിതത്തിന്റെ ലഹരി. ജാമിയ നൂറിയ സെക്രട്ടറി പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. നൂറുൽ ഉലമ ജനറൽ സെക്രട്ടറി നാഫിഹ് ഏലംകുളം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജാമിയ ഉസ്താദുമാരായ ഉസ്താദ് അലവി ഫൈസി കൊളപ്പറമ്പ്, ഹംസ ഫൈസി അൽ ഹൈത്തമി, ലിയാവുദ്ദീൻ ഫൈസി മേൽമുറി, OT മുസ്തഫ ഫൈസി മുടിക്കോട്, മുഹമ്മദ് അലി ഷിഹാബ് ഫൈസി കൂമണ്ണ, സലാം ഫൈസി ഒളവട്ടൂർ, ഉമർ ഫൈസി മുടിക്കോട്, നാസർ ഫൈസി, ബാബു പറമ്പൂർ, ഹബീബ് വേങ്ങര, യൂനിസ് പറമ്പൂർ, AK നാസർ, സയ്യിദ് അദ്നാൻ ഐദ്രൂസി, ഹമീദ്, ഹനീഫ് സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.